ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ സൈബർ ഇടത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഒരു ഭാഗത്ത് പണം തട്ടലും അതുപോലെ തന്നെ ഭീഷണികളുമായി പോകുമ്പോൾ ഇപ്പുറത്ത് ദ്വയാർത്ഥ പ്രയോഗങ്ങളും വലിയൊരു കുറ്റകൃത്യമാണെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം സെഷൻസ് കോടതി അടക്കം നൽകിയ മുന്നറിയിപ്പ്. അതുതന്നെയല്ലേ ശരിവെക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സൈബർ ഇടത്തെ ഗുണ്ടകൾക്ക് പൂട്ടിടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യം നേരത്തെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ നിയമവശം? സൈബർ ബുള്ളിങ് ഇപ്പം അത് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പലരും അതിനകത്ത് ഇരകളായി, പലരും സൂയിസൈഡ് ചെയ്തു, പല പണം തട്ടിപ്പിൻ്റെ ഒരു മാർഗമായി ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പണം പലരും സംഘടിപ്പിക്കുന്നു. അപ്പം ഈ സൈബർ ബുള്ളിങ്ങിന് തീർച്ചയായിട്ടും ഒരു തടയിടേണ്ടത് വളരെ ആവശ്യമാണ്. ബോബി ചെമ്മണ്ണൂർ എന്തും പറയും, എന്തും വിളിച്ചു പറയും. അങ്ങനെ അദ്ദേഹത്തിന് ഒത്തിരി സൈബർ ഫോളോവേഴ്സും ഉണ്ട്. അവർ തോന്നിയത് പറയും. ഒരു മര്യാദയില്ലാതെ ആരെ വേണേലും അവർ ഭീഷണിപ്പെടുത്തും, ആരെ വേണേലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തും, അഗ്ലി വേഴ്സുകൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു മയവും ഇല്ലാതെ അവരെ ഇവർ സൈബർ ബുള്ളിങ് പോലെ ആ ഒരു കവറിൽ നിന്നുകൊണ്ട് എന്തും പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിനൊരു ഏര തന്നെയാണ് അണി റോസ് എന്ന് പറഞ്ഞ നടി. ധാരാളം ആൾക്കാർക്ക് ഇത് തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അതിനൊരു പ്രതിവിധി? അപ്പം ഈ സൈബർ ബുള്ളിങ്ങിന് ഒപ്പം തന്നെ ഈ സൈബറിൻ്റെ ഇടത്ത് ധാരാളം തട്ടിപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് പല രീതിയിൽ നമുക്കറിയാം. കേരളത്തിലെ പല ആൾക്കാർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്, കുടുംബത്തിലെ അംഗങ്ങളെ നഷ്ടപ്പെടുന്നുണ്ട് ഈ സൈബർ ബുള്ളിങ് കാരണം. അപ്പം അങ്ങനെ ധാരാളം സാമൂഹ്യമായ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, കുടുംബം ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തായാലും ഒരു റെസ്ട്രിക്ഷൻ വേണം. അതേ രീതിയിൽ എന്തും പറയും, അതിനൊന്ന് സൈബറിനകത്ത് കൂടി പറഞ്ഞാൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ലാന്ന് കരുതിയ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഇപ്പോൾ ഒരു 6 ദിവസം അകത്ത് പോയി. കോടതി കർക്കശമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി അങ്ങേര് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അനുവദിക്കാതെ അദ്ദേഹം അവിടുന്ന് ജാമ്യം കിട്ടിയ സമയത്തിറങ്ങാതിരുന്ന വ്യക്തി അവിടുന്ന് ഇറങ്ങി ഓടിയ ലക്ഷണം നമ്മൾ കണ്ടു. കർക്കശമായ നടപടി വേണം ഈ കാര്യത്തിലെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്കിപ്പം പലരും പണം ഈ സൈബർ ഗുണ്ടകളുടെ ഒപ്പം തന്നെ ഈ പല ആൾക്കാരും പണം തട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അമുഖമായിട്ട് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും അതുപോലെ ഒരു പോലീസ് ഹെൽപ്പ് വേണമെങ്കിൽ നാഷണൽ ലെവലിൽ 112 അത് അവിടെ വിളിച്ചാൽ മതി. നാഷണൽ വിമൻ എന്തെങ്കിലും നാഷണൽ ലെവൽ ഹെൽപ്പ് വേണമെങ്കിൽ 181 വിളിക്കുക. അതുപോലെ സൈബർ ഹെൽപ്പ് ലൈൻ ഉണ്ട്. നമുക്ക് തട്ടിപ്പ് വെട്ടിപ്പ് തീർച്ചയായിട്ടും 1930 അത് മനപ്പാടമാക്കി വെക്കണം. നമ്മൾ 100 വിളിച്ചാൽ പോലീസ് ഹെൽപ്പ് കിട്ടുന്ന പോലെ 1930 തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും ജനങ്ങളും നമ്മളെ ഈ ട്രേഡ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നമ്മൾ മണി ട്രാൻസാക്ഷൻ ഇപ്പോൾ എല്ലാം നടത്തുന്ന നമുക്ക് ഗൂഗിൾ പേ എല്ലാവരും 1930 മനസ്സിൽ കൊണ്ട് നടക്കണം. ഇമ്മീഡിയറ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പണം അത് ബ്ലോക്ക് ചെയ്യും, സേവ് ചെയ്യും. എത്ര ഏർലിയസ്റ്റ് ഓപ്പറേഷൻ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അപ്പം വിളിക്കുക. കാരണം അതിനാണ് ഈ 1930 അതായത് 24 hours വർക്ക് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആമുഖമായിട്ടെന്ന് ഞാൻ പറയുന്നത്. പിന്നെ സൈബർ എസ്പിനേജ് ഉണ്ട്, സൈബർ എക്സ്റ്റോർഷൻ ഉണ്ട്, സൈബർ തെഫ്റ്റ് ഉണ്ട്, അതുപോലെ മാൽവെയർസ് ഉണ്ട്, ക്രിപ്റ്റോ ജാക്കിങ്, അങ്ങനെ പല പല സംഗതികൾ പല പല ഏരിയയുണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ പൊതുജനങ്ങൾക്ക് വലിയ ഗ്രാഹ്യമില്ല. ഇപ്പം തന്നെ നമുക്കറിയാം ഈ ഹണി റോസിനെ ആക്രമിച്ച് ദ്വയാർത്ഥ പ്രയോഗം അവരെന്തുമാത്രം വേദനപ്പെടുത്തി. അപ്പം അത് ഇപ്പോൾ എല്ലാവരും പോപ്പുലറായതുകൊണ്ട് ഈ ഒരു സംഗതി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഞാനത് പറയുന്നത്. അല്ലാതെ ധാരാളം ആൾക്കാർക്ക് ഇതേ രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സൈബർ ഗുണ്ടകളെന്ന് പറഞ്ഞ സൈബർ ഗുണ്ടകൾ തന്നെയാണ്. അവർ എന്തും പറയാം. സൈബർ ആയതുകൊണ്ട് അവർ ഫേക്ക് സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫേക്ക് അഡ്രസ്സായിരിക്കും. അവരെ ട്രാക്ക് ചെയ്യില്ല, ട്രേസ് ചെയ്യില്ല. അതൊക്കെ ചില കാര്യത്തിൽ നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പലപ്പോഴും അതിൻ്റെ മേജറായിട്ടുള്ള എല്ലാം വിദേശത്തു നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാരലായിട്ട് സിസ്റ്റം ചിലപ്പോൾ ഇന്ത്യയിലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഈ ഐഡൻറ്റിറ്റി ചിലപ്പം ചില കേസിനകത്ത് പോലീസ് എപ്പോഴും പരാജയപ്പെടുന്നത് അത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനൊരു ദൂഷ്യവശം തന്നെയാണ്. അത് ആ കമ്പനി വിചാരിച്ചാലും ചില കേസിൽ
നമുക്ക് പറ്റില്ല. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിനകത്ത് നിന്ന ചില ആൾക്കാർ ആ ഗ്രൂപ്പിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ അഡ്മിനായിട്ടൊക്കെ നിന്നിട്ട് അവർ ചില പ്രത്യേക ഏരിയയിൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വല്ലാത്തൊരു ഫീൽഡാണ്. അതിന് എന്തായാലും ഇപ്പം ഹൈക്കോടതി വടിയെടുത്തത് വലിയ നന്നായി. കാരണം ഹണി റോസിൻ്റെ കേസിനകത്ത് ആരും പ്രതീക്ഷിച്ചില്ല വലിയ പണക്കാരനാണെന്ന് പറയുന്ന, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പണക്കാരനാണെന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ അയാൾ ഒരിക്കലും ഒരു 6 ദിവസം റിമാൻഡിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ റിമാൻഡിൽ പോയിരിക്കുന്നു. അതൊരു പാഠമാണ്. ഈ സൈബർ ബുള്ളിങ് നടത്തുന്ന സൈബർ ഗുണ്ടകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ.